ഛത്തീസ്ഗഡിൽ പ്രശ്നമുണ്ട്, മധ്യപ്രദേശിൽ പ്രശ്നമുണ്ട്, മറ്റു ചില സംസ്ഥാനങ്ങളിലും പ്രശ്നമുണ്ട്. പക്ഷെ BJP ഭരിക്കുന്ന എല്ലായിടത്തും ഈ പ്രശ്നം കാണുന്നില്ല എന്നാണ് പിതാവ് പറഞ്ഞത്. അല്ല, ഞാനത് ലൈറ്റാക്കി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് ഈ സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും ഇത് പ്രകടമായി വരുന്നു. ഞാൻ ഓരോ സംസ്ഥാനത്തെക്കുറിച്ച് അപകടിച്ച് പറഞ്ഞതല്ല. ഈ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഇത് ആവർത്തിക്കപ്പെടുന്നു. ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ആ സ്ഥലങ്ങളിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഹൈലൈറ്റ്. മറ്റു സ്ഥലങ്ങളിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് ചെയ്യരുത്. ഇവിടെ സഭയ്ക്കൊപ്പം ഉണ്ടെന്നും സഭയുടെ സംരക്ഷണത്തിന് കൂടെയുണ്ടെന്നും പറയുന്ന BJPയുടെ ഇരട്ട നിലപാടാണ് ഇവിടെ വെളിവായിട്ട് ഛത്തീസ്ഗഡ് സമൂഹത്തിൽ. ഇത് വളരെ വ്യക്തമായി ഞാൻ പറയുന്നത്, നിലപാട് എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ നിലപാട് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ഈ സിസ്റ്റേഴ്സിന്റെ മേൽ കാണിച്ച ഈ ഒരു പ്രവൃത്തി നമ്മുടെ രാജ്യത്തിന് കളങ്കമാണ്. അത് തിരുത്തണം, നടപടിയെടുക്കണം, നീതി സ്ഥാപിക്കണം. കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് രണ്ടുപേരെ കുറെ ദിവസങ്ങൾ ജയിലിൽ അടച്ചിട്ടാണെന്ന് ഓർക്കുക. അതല്ലല്ലോ നീതിയുടെ ഒരു വ്യവസ്ഥ. അവരെ ജയിലിലാകാതിരിക്കാനുള്ള മാർഗമാണല്ലോ നീതി മുൻപോട്ട് വെക്കുന്ന ആദ്യത്തെ വ്യവസ്ഥ. കുറ്റം ചെയ്തവരെയല്ലേ ജയിലിലടക്കേണ്ടത്. ജയിലിലടച്ച ശേഷം പരോളിൽ വിടുന്നതല്ലല്ലോ നീതി. അപ്പോ ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുകയും തീരുമാനങ്ങൾ, ഈ പക്വമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം. അത് നമുക്ക് അത് നിലപാട് വ്യക്തമാക്കുവാൻ സഹായിക്കുന്ന ഘടകമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം കേരളത്തിലെ BJP നേതൃത്വം അങ്ങയുമായോ അല്ലെങ്കിൽ കേരളത്തിലെ സഭകൾക്ക് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ബിഷപ്പുമാരുമായി സംസാരിച്ചതായി അങ്ങനെ അറിയുന്നു? എനിക്ക് അറിയില്ല, ഞാൻ അക്കാര്യം സംസാരിച്ചിട്ടില്ല. ഈ കേരളത്തിലെ BJP നേതൃത്വവും കേരളത്തിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി അടക്കം പറഞ്ഞത് ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റുമായി സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിച്ചിട്ടുണ്ട്. നാളെ BJPയുടെ ഒരു നേതൃത്വം, അനൂപ് ആന്റണി അടങ്ങുന്ന ഒരു സംഘം തന്നെ ഈ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സഭയെ മുൻനിർത്തി, വൈദികരെ മുൻനിർത്തി, ആ വൈദിക പട്ടമണിഞ്ഞ കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രത്തെ മുൻനിർത്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മത സംഘടിത ശക്തികളോ ഒക്കെ തന്നെ കരുവാക്കി ഒരു രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നതായി അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ നാളെ ഒരു സംഘം അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അതിന്റെ പിറകിലുള്ള എന്താണ് അതിന്റെ കാരണം? ഇനി അത് വസ്തുനിഷ്ഠമായി പഠിക്കുന്നതിന്റെ ഭാഗമാണെങ്കിൽ അതിനെ കണ്ണടച്ച് അത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.